Okay, welcome back. Minimum value of p കഴിഞ്ഞു, maximum value കണ്ടുപിടിക്കുക. അതിൻ്റെ okay. Now maximum value ആകുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? maximum value of p ആണ് direction will be the opposite direction. That is this will be the direction and the equations will be changing. You will get two values for n1 and n2. n1 I'll give the values. n1 you will be getting 26,117.7608 Newton. You will get this value, and for n2 you have to get 27,036.3084 Newton. So you have to complete this at the as homework. ഇതൊക്കെ അപ്പോൾ ചെയ്യുന്നുണ്ടോ ആവോ? And for free body diagram of B, here also the direction is changed. This will be the direction. So the equations will be changing. And there you will get the value for n3 as and finally you will get the maximum value of p as this value. This will be the maximum value of p. Maximum value of p. So you have to try to do this part. Okay, so take down the values. These are values, so you have to get. Okay.
ഓക്കെ, അപ്പം ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതിന് ഈ വാല്യൂസ് കിട്ടിയില്ല, എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. നമുക്ക് എന്താ എവിടെയാണ് തെറ്റിയത് നമുക്ക് നോക്കാം. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, that is ladder friction. Okay. Okay, so the next topic is ladder friction. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു വെഡ്ജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, വെഡ്ജിൻ്റെ കാര്യം പറഞ്ഞ പോലെ അടുത്താണ് ലാഡർ ഫ്രിക്ഷൻ. ലാഡർ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഡർ ഇറ്റ് ഈസ് ലാഡർ, ഏണി എന്ന് പറയും അല്ലേ. ഏണി എങ്ങനെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് ഏണി. ഇങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എന്തിനു വേണ്ടിയായിരുന്നു ഉപയോഗിക്കുന്നത്? പൊക്കമുള്ള സ്ഥലത്തേക്ക് കയറണം അല്ലേ. അപ്പോൾ അതേപോലെ ഇങ്ങനൊരു എന്താ പറയുക, ഒരു ഫ്ലോർ ഉണ്ട്, ഇതേപോലെ ഒരു വെർട്ടിക്കൽ വാൾ ഉണ്ടാവും. ഇതിന് നമ്മൾ പറയും എന്താണ്? ഹൊറിസോണ്ടൽ ഫ്ലോർ. ഇതിനെ നമ്മൾ എന്ത് പറയും? വെർട്ടിക്കൽ വാൾ. ഓക്കെ, വെർട്ടിക്കൽ വാൾ ഉണ്ട്, അതേപോലെ ഹൊറിസോണ്ടൽ ഫ്ലോർ ഉണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ വാളിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക ലാഡർ വെക്കുക. ഒരു ലാഡർ എടുത്ത് നമ്മളിങ്ങനെ വെക്കുന്നു, ചാരി വെക്കുന്നു, ഇങ്ങനെ ചാരി വെക്കും അല്ലേ. ഇങ്ങനെ ചാരി വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് നിന്ന് ഒരാൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളിങ്ങനെ നടന്നതിൻ്റെ മുകളിലോട്ട് കയറും അല്ലേ. ഇങ്ങനെ കയറി മുകളിൽ ചെല്ലുന്നു. അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്നിങ്ങനെ നിൽക്കുന്നു. സപ്പോസ് ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫോഴ്സ്, എങ്ങനെ ആയിരിക്കും, കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണ്. ഈ ടൈപ്പ് പ്രോബ്ലത്തിലൊക്കെ എന്താണ്, ഇങ്ങനെ ഒരു മനുഷ്യൻ കയറി പോകുന്നുണ്ടാവും. അപ്പം ലാഡർ വെറുതെ നമ്മൾ വെക്കുകയാണെങ്കിൽ ലാഡർ അവിടെ നിൽക്കണമെന്നില്ല. ലാഡർ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണ്? ഇവിടെ ഈ ഒരു സർഫസിലൊരു ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ. ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ അതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഈ ഫ്രിക്ഷൻ ചില കാര്യത്തിൽ ഈവിളാണ്, അതായത് ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതായത് ഇൻ കേസ് ഓഫ് വെയർ ആൻഡ് ടയർ, ഈ തേയ്മാനമൊക്കെ വരുന്നു, ഓരോ എന്താ പറയുക പാർട്സിൻ്റെ തേയ്മാനം വരുന്നു. റബ്ബിങ് സർഫസിലൊക്കെ എന്താണ് ഇങ്ങനെ പാർട്ടിക്കിൾസ് വേറെ ചെയ്ത് പോകുന്നു. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ നമുക്കൊരു നഷ്ടമാണ് വരുന്നത് ശരിക്കും. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫ്രിക്ഷൻ വേണം. ഇപ്പോൾ വണ്ടി ഇപ്പോൾ പോകുന്നു, ബ്രേക്ക് ചെയ്തപ്പോൾ വണ്ടി അവിടെ നിന്ന് എന്തുകൊണ്ടാണ്? ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് അല്ലേ. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? നേരെ പോയിട്ട് മുമ്പിൽ ഇരിക്കുന്ന അണ്ണനെ പോയി ഇടിച്ച് തെറിപ്പിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിക്ഷൻ അവിടെ ആവശ്യമാണ്. അപ്പോൾ ഈ സിമിലർലി ഹിയർ ഇൻ ദ കേസ് ഓഫ് ലാഡർ ഓൾസോ വി നീഡ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഫ്ലോറിലാണേലും ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ ഒരു സർഫസിൽ ഫ്രിക്ഷൻ കാരണം എന്താണ്? ഇവിടെ തന്നെ നിൽക്കുന്നു. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പോയിന്റ് ഇതിങ്ങനെ തെന്നി അങ്ങ് പോകും. തെന്നിപ്പോയിട്ട് എന്താണ്? ഇതിങ്ങനെ ഈ ഒരു പോയിന്റ് എങ്ങോട്ടായിരിക്കും? താഴേക്ക് ഈ പോയിന്റ് വരും. ഈ പോയിന്റ് എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ തെന്നി ലാഡർ ഇങ്ങനെ നിലത്ത് കിടക്കും. ഇതിൻ്റെ മുകളിലിരിക്കുന്ന ആളുടെ പടയി ഒടിയും അല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതിനകത്തൊരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ഫ്രിക്ഷൻ്റെ അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ഡയറക്ഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു യൂണിഫോം ലാഡർ എന്നാണ് പറയുക. യൂണിഫോം ലാഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് സെയിം ആയിരിക്കും. സെയിം എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഉള്ള അതേ ക്രോസ് സെക്ഷൻ ആയിരിക്കും ത്രൂ ഔട്ട്. ഇവിടെ തടി കൂടുവോ കുറയുവോ ഒന്നും ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലാഡർ ആയിരിക്കും. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലാഡർ ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ സെൻറ്ററിൽ കൂടെ ആയിരിക്കും. അത് പറയാൻ കാരണം നമുക്ക് ആ ഫ്രീ ബോഡി ഡയഗ്രം കൺസിഡർ ചെയ്യുന്ന ആ രീതിയിലായിരിക്കും. ഓക്കെ, സോ എ ടിപ്പിക്കൽ ഫ്രീ ബോഡി ഡയഗ്രം ഫോർ എ ലാഡർ വിൽ ബി ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ഈ രീതിയിലായിരിക്കും വരിക. ലെറ്റ് എ ബി ബി എ ലാഡർ. എ ബി ആണ്
ലാഡർ എന്ന് കരുതുക. ഓക്കെ, എ ബി ആണ് ലാഡർ. അതിൻ്റെ ലെങ്ത് ഇപ്പം സപ്പോസ് ഇറ്റ് ഈസ് എൽ, സ്മോൾ എൽ ആണെന്ന് കരുതുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് എൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡിൽ പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ്, അവിടെ ആയിരിക്കും അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ആക്ട് ചെയ്യുക ഈ ഒരു പോയിന്റിലായിരിക്കും. നമ്മളതിനെ ഈ രീതിയിലായിരിക്കും കാണിക്കുക, റെപ്രസെൻറ്റ് ചെയ്യുക. വെയിറ്റ് ഓഫ് ദ ലാഡർ W will be acting on the middle. ഈ പോർഷനിലായിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്, ദിസ് ഈസ് ദ ഫ്ലോർ ആൻഡ് ദിസ് ഈസ് ദ വാൾ. അപ്പോൾ വാളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ W വെച്ചും ഫ്ലോറിനെ F വെച്ചും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ്, ഫ്രിക്ഷനുള്ള എല്ലാ പോയിന്റിലും നമ്മൾ പറഞ്ഞു ഈ ലാഡർ സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഏത് ഡയറക്ഷനിലാണ്, അതായത് പോയിന്റ് എ വിൽ മൂവ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് അല്ലേ. സ്ലിപ്പ് ചെയ്ത് പോകുമ്പോൾ എന്താണ്, ഇതിനെ ഈ ഒരു പോയിന്റ് എന്താണ് ഈ രീതിയിലായിരിക്കും മൂവ് ചെയ്യാനുള്ള ചാൻസ് അല്ലേ. ബി എന്ന് പറഞ്ഞ പോയിന്റ് താഴേക്കും വരാം, എ എന്ന് പറഞ്ഞ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാം അല്ലേ. അതായത് ദ മോഷൻ വിൽ ബി ലൈക്ക് ദിസ്, എ വിൽ മൂവ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ ആൻഡ് ബി വിൽ മൂവ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ. ഇങ്ങനെയാണ് തെന്നി പോകാനുള്ള ചാൻസ്. അപ്പം അതുകൊണ്ട് ആ കേസിലുള്ള ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും ഓരോ പോയിന്റിലും, എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. എ ഇങ്ങനെ മൂവ് ചെയ്താൽ, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ ഫ്രിക്ഷൻ വിൽ ബി ടു ദ ലെഫ്റ്റ് സൈഡ്. അതുപോലെ ഈ കേസിൽ എന്തായിരിക്കും, ഇത് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻ, ടോപ്പ് പോർഷൻ താഴേക്ക് വരുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും, മുകളിലേക്കായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെയൊക്കെ ഓരോ നോർമൽ കൺസിഡർ ചെയ്യാണ്. ഫ്ലോറിലെ നോർമൽ എഫ് ആണല്ലോ ഫ്ലോറിൻ്റെ, അതുകൊണ്ട് ഫ്ലോറിലെ നോർമലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു that is NF, നോർമൽ അറ്റ് ഫ്ലോർ. ഇനി അതുപോലെ വോളിനെ ആണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് NW. ഓക്കെ, ഇനി സിമിലർലി ഇവിടുത്തെ മ്യൂ അറ്റ് ദ വാൾ ലെറ്റ് ഇറ്റ് ബി മ്യൂ W. ഇനി ഇവിടെയുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അതായത് ഫ്ലോറിലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ F ആണെന്ന് കരുതട്ടെ. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഫ്രിക്ഷൻ വിൽ ബി, ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും, ഫ്രിക്ഷൻ ആക്ടിങ് ഈ പർട്ടിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. ഇവിടുത്തെ ഫ്രിക്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, എ മൂവ് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ്, ദെയർഫോർ ദ ഫ്രിക്ഷൻ ഷുഡ് ബി ഇൻ ദ ടുവേർഡ്സ് ദ റൈറ്റ്, ഈ ഡയറക്ഷൻ ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടുത്തെ മ്യൂ ഇൻറ്റു ഇവിടുത്തെ എൻ, അതായത് മ്യൂ എഫ് ഇൻറ്റു NF. ഇവിടെ ആയിരിക്കും എന്തായിരിക്കും, മ്യൂ W ഇൻറ്റു NW. ഓക്കെ, ഇനി സപ്പോസ് ക്വസ്റ്റ്യനിൽ പറയുകയാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു മാൻ വന്നിങ്ങനെ നിൽക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മാൻ ഇവിടെയൊക്കെ താഴെ ഇങ്ങനെ കയറി ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഈ ലാഡർ സ്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റ് ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. ആ പോയിന്റ് നമ്മൾ അതിന് ഒരു മാർക്ക് കൊടുക്കുക, അപ്പോൾ അവിടെ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുക. അതൊക്കെ നമ്മൾ ആ ഫ്രീ ബോഡി ഡയഗ്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബേസിക്കലി ദിസ് ഈസ് ഹൗ ദ ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് ദ ലാഡർ ലുക്സ്. അപ്പം ലാഡറിൽ മെയിനായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഓരോ പ്രോബ്ലം ബൈ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പം നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ഫിഗർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. അപ്പം ഹെഡിങ് എഴുതിയിടുക ലാഡർ ഫ്രിക്ഷൻ എന്ന് എഴുതിയിട്ട് ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക.
ക്ലിയർ കഴിഞ്ഞോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഇതുവരെ ചെയ്ത പോലല്ല, ഇവിടെ നമുക്കിനി ഒരു എക്സ്ട്രാ കുറച്ച് കൺസെപ്റ്റും കൂടെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം എല്ലാവരും. ഓക്കെ, ജസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഓക്കെ, ഇതുവരെ എല്ലാ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് ആയിരുന്നു. കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് ആയിരുന്നു. കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? the forces which are acting or acting in the same plane. ഇപ്പോൾ ഈ ഒരു പ്ലെയിൻ ആണെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ ദേ ആർ മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഓർ ഇന്റർസെക്ട് അറ്റ് എ കോമൺ പോയിന്റ്. ദേ ആർ ലൈൻ ഓഫ് ആക്ഷൻ. ഇപ്പം സപ്പോസ് ഇങ്ങനൊരു ഇതുണ്ട്, എന്താ പറയുക, ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് വേറെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ, its line of action like this, and next അടുത്ത ഒരു ഫോഴ്സ്. അങ്ങനെ കുറേ ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലായിരുന്നു ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ആയിരുന്നു. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വെഡ്ജിൻ്റെ ആയാലും കണക്റ്റഡ് ബോഡീസിലായാലും ഒക്കെ വി ഹാവ് ഗോൺ ത്രൂ ദീസ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്, കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ്. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഫോർ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ ഇസ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് കേസ് ഇസ് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ദീസ് were the two conditions for the equilibrium, conditions for equilibrium for coplanar concurrent forces. ഇനി നെക്സ്റ്റ് വരുന്നത് കോപ്ലനാർ നോൺ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് വരുന്നുണ്ട്. അതായത് കോപ്ലനാർ നോൺ കൺകറന്റ് ഫോഴ്സസ്. ഇപ്പം കോപ്ലനാർ നോൺ കൺകറന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതാണ്, പക്ഷേ ദേ ആർ നോട്ട് ഇന്റർസെക്റ്റിംഗ് അറ്റ് കോമൺ പോയിന്റ്. അതായത് സപ്പോസ് ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, അനദർ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ലൈക്ക് ദിസ്. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ ഇന്റർസെക്ട് ചെയ്തു. അടുത്ത ഫോഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ പോകുന്നുണ്ട്, ഇതിൻ്റെ ഇത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്? കോമൺ പോയിന്റിലല്ല മീറ്റ് ചെയ്യുന്നത്, പല പല പോയിന്റിലൊക്കെ ആയിട്ടായിരിക്കും മീറ്റ് ചെയ്യുക. ഈ ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ് കോപ്ലനാർ നോൺ കൺകറന്റ് ഫോഴ്സസ്. ഇവിടുത്തെ ഇങ്ങനെ കുറേ സിസ്റ്റം ഓഫ് ഫോഴ്സസ് കാരണം ഒരു ബോഡി ഈക്വിലിബ്രിയം ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്
ഫസ്റ്റ് ടു കണ്ടീഷൻസ് സെയിം ആണ്, അതായത് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, ഓൾസോ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അതായത് എക്സ് കമ്പോണൻസ് എല്ലാം കൂടെ പ്ലസ് ചെയ്താൽ 0 കിട്ടണം, വൈ കമ്പോണൻസ് പ്ലസ് ചെയ്താൽ 0 ആണ്. ഇനി അഡീഷണലി ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് ദാറ്റ് ഈസ് തേർഡ് കണ്ടീഷൻ ഈസ് സിഗ്മ എം എബൌട്ട് എനി പോയിന്റ് ഈക്വൽ ടു 0. അതായത് ആൽജിബ്രായിക് സം ഓഫ് ദ മൊമെന്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മൊമെന്റ് നമ്മൾ പറഞ്ഞു. മൊമെന്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു, പക്ഷെ അതിൻ്റെ പ്രോബ്ലം ചെയ്തില്ല. പക്ഷെ ജസ്റ്റ് മൊമെന്റിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മളൊന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു മൊമെന്റ് എങ്ങനെയാണ്, അതേപോലെ വാരിഗ്നൻസ് തിയറം ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ മൊമെന്റ് ആൽജിബ്രായിക് സം ഓഫ് ദ മൊമെന്റ് ഷുഡ് ബി 0. ഇതാണ്, ഇത്രയും 3 കണ്ടീഷനും കൂടെ ആണ്. അപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് ഇതാണ്, അതായത് സിഗ്മ എം ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താണ് കോപ്ലനാർ നോൺ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്, അതായത് ഈ ലാഡറിൻ്റെ ഒക്കെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പം ഈ ഒരു കണ്ടീഷനും കൂടെ നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പാടൊന്നുമില്ല, നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും. അതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണും. ആ രീതിയിൽ നോക്കിയാൽ മതി, വളരെ അങ്ങനെ പാടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം വെച്ച് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഫിഗറിൽ തരില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം പെട്ടെന്ന് ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ യൂണിഫോം ലാഡർ 6 meter long weighing 300 Newton is resting against a wall with which it makes 30 degree. A man weighing 750 Newton climbs up the ladder. At what position along the ladder from the bottom end does the ladder slips? The coefficient of friction for both the wall and the ground with the ladder is 0.2. Okay, so here is your question. The uniform ladder 6 meter long, that means the length of the ladder L is 6 meter and the weight of the ladder is 300 Newton. This is resting against a wall with which it makes an angle 30 degree. അപ്പോൾ ഈ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? is the angle between the wall and the ladder. Resting against a wall with which it makes 30 degree. അതായത് വാളുമായിട്ട് മേക്കുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇനി എ മാൻ വെയിങ് 750 ന്യൂട്ടൺ ക്ലൈംസ് അപ്പ് ദ ലാഡർ. അപ്പോൾ മാൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 750 ന്യൂട്ടൺ. സോ സച്ച് എ മാൻ ഈസ് ക്ലൈംബിങ് ദ ലാഡർ. ഇനി താഴേന്ന് കയറി 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 പോവുകയാണ്. ഇനി അറ്റ് വാട്ട് പൊസിഷൻ എലോങ് ദ ലാഡർ ഡസ് ദ ലാഡർ സ്ലിപ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരുന്നത് നോക്കാം.
അപ്പോൾ ഇതുപോലെ ഒരു ലാഡറാണ്. ഹിയർ ദ ലാഡർ ലെങ്ത് L is equal to 6 meter. 6 meter തന്നിട്ടുണ്ട്. long and weighing 300 Newton. Weight equal to 300 Newton. 300 Newton. ഇനി ഒരു മാൻ എക്സ്ട്രാ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. പോയി ഏതോ ഒരു പോയിന്റ് എത്തിയപ്പോൾ let it be this point. ഇങ്ങനെ ഒരു പോയിന്റ് എത്തി എന്ന് കരുതുക. ആ പോയിന്റ് എത്തിയപ്പോൾ ആ പോയിന്റ് നമുക്കൊരു പേര് കൊടുക്കാം. എന്താണ്? ABC ഉണ്ടെങ്കിൽ ഇത് D. D ആണ് എനിക്ക്. D ഇവിടാണ് മാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ the weight of the man can be denoted here. Weight of the man is 750 Newton. 750 Newton. ഇനി പറഞ്ഞ പോലെ μFും μWും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്തായിരുന്നു? ബോത്ത് ആർ 0.2. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ബോത്ത് വാൾ ആൻഡ് ഗ്രൗണ്ട് വിത്ത് ദ ലാഡർ. അതായത് വാൾ ആൻഡ് ലാഡർ 0.2. വാൾ ആൻഡ് ലാഡർ ആണ് μW. ഇനി ഫ്ലോർ ആൻഡ് ലാഡർ ആണ്, ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ആൻഡ് ലാഡർ ആണ് μF. μFും μWയും രണ്ടും 0.2 ആണ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്? 0.2. ഓക്കെ. അപ്പോൾ 0.2 ഇൻറ്റു NF, ഇതും 0.2 ഇൻറ്റു NW. ഇത്തരം കാര്യങ്ങളുണ്ട്. ഇനി ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ നമുക്കൊരു ചെറിയ കൺസ്ട്രക്ഷൻ ആവശ്യമാണ്. അതായത് ഒരു ചെറിയ ഒരു കൺസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് ഇവിടുന്ന് ജസ്റ്റ് താഴേക്ക് കൺസ്ട്രക്ട് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ താഴേക്ക് കൊടുക്കുക. ഈ ഡിയുടെ താഴെയുള്ള പോയിന്റ് നമുക്ക് D' കൊണ്ട് കൊടുക്കാം. D'. ഇനി സിയുടെ ഓട്ടത്തിലുള്ള പോയിന്റ് നമുക്ക് C' എന്ന് കൊടുക്കാം. C'. ഓക്കെ. ഇനി ഇത്രയാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരിക. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, ഈ ഫ്രീ ബോഡി ഡയഗ്രം ഒന്ന് വരച്ച് നോക്കുക. ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു, അതിനനുസരിച്ചുള്ള ഫ്രീ ബോഡി ഡയഗ്രം. ഇവിടെയൊക്കെ ഈ μWന് പകരം നമുക്ക് ആ വാല്യൂ തന്നെ ഡയറക്റ്റ് കൊടുക്കാം. എത്രയാണ്? 0.2 അല്ലേ? 0.2 ഇൻറ്റു NW, പിന്നെ 0.2 ഇൻറ്റു NF, 0.2 ഇൻറ്റു NF, അതുപോലെ 0.2 ഇൻറ്റു NW. അതിനുശേഷം നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷനും കൂടെ ചെയ്യുന്നു.
ഈ ഒരു പോയിന്റിന് നമുക്കൊരു പേര് കൊടുക്കാം, ഓന്നോ വല്ലോ. ഓ ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? The ladder is resting against a wall with which it makes 30 degree. Wall with which it makes, ഇതാണ് വാൾ. വാളുമായിട്ട് മേക്കുന്ന ആംഗിൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് this particular angle is 30 degree. 30 degree. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, അതൊന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓർ എ ഡി ഡാഷ്, എ സി ഡാഷ്, എ ഒ ആൻഡ് ഒ ബി. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എ ഡി ഡാഷ്, അതുപോലെ എ സി ഡാഷ്, അതുപോലെ എ ഒ, ദെൻ ഒ ബി. ഇത്രയും വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് യൂസിങ് ദ ട്രയാങ്കുലർ പ്രോപ്പർട്ടി. ഓരോ ട്രയാങ്കിൾ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് 30 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാല്യൂസൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമുക്കിപ്പം മാൻ നിൽക്കുന്ന പൊസിഷൻ നമുക്കറിയില്ല അല്ലേ? മാൻ്റെ പൊസിഷൻ അറിയാത്തതുകൊണ്ട് വി ടേക്ക് ഇറ്റ് ആസ്, അറിയാത്ത വാല്യൂവിന് നമ്മൾ എന്തൊരു പേര് കൊടുക്കുമായിരുന്നു, എന്തായിരുന്നു? എക്സ് അല്ലേ? അതായത് ഈ ഒരു വാല്യൂ we take this value as x. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, this is x. ഈ എക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കാം. ചിലടത്ത് നമ്മൾ എക്സ് ഇൻ ടേംസ് ഓഫ് എക്സ് ആയിരിക്കും വരിക, ചിലടത്ത് കറക്റ്റ് വാല്യൂയും കിട്ടും. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. സ്ക്രീൻ ഏതാ? സ്ക്രീൻ സ്ക്രീൻ കാണിക്കോ? സ്ക്രീൻ കാണുന്നില്ല? ഇല്ല. സ്ക്രീൻ ആർക്കും കാണുന്നില്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം എല്ലാവരും. കാണുന്നുണ്ടല്ലോ. അത് ഒരു കാര്യം ചെയ്താൽ മതി. ഏതാരെ സംസാരിക്കുന്നത്? നിഹാരികയാണോ? ഓക്കെ, നിഹാരിക ഒരു കാര്യം ചെയ്യുക. ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരാളുടെ അതിനകത്ത് പിൻ ചെയ്തിരിക്കുകയായിരിക്കും, അപ്പൊ അത് അൺപിൻ ചെയ്യണം. നിങ്ങൾ ബാക്കോട്ട് പോയിട്ട് ഒന്നുകൂടി ഓൺ ആക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഇപ്പോൾ ഇതുവരെ ഉള്ളത് ഒന്ന് വരയ്ക്കുക, കൺസ്ട്രക്ഷൻസും വരയ്ക്കുക. ഇനി ഈ പറഞ്ഞ പോലെ എ ഡി ഡാഷ്, എ സി ഡാഷ്, അതേപോലെ എ ഒ ബി ഒ, ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. അതുവരെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുക. ഓക്കെ, ബാക്കി സ്റ്റെപ്പുകൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടെ ഒരുമിച്ച് ജസ്റ്റ് പറയുന്നില്ല. അപ്പോൾ ഫിഗർ നിങ്ങൾ വരച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് നടക്കട്ടെ.